അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് NEOS പൊളിറ്റിക്കൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫസ്റ്റത്തെ ലെസൺ ആയിട്ടുള്ള മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാഷൻ ആൻഡ് സ്റ്റേറ്റ്. ഈ രണ്ട് ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസ് ചാപ്റ്റർ ആണ്, അതായത് TMA സെക്ഷനിൽ വരുന്നതാണ്. അതായത് പബ്ലിക് എക്സാമിന് ആ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല. എന്നാൽ ഇപ്പോൾ എടുക്കാൻ പോകുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും പബ്ലിക് എക്സാമിന് നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ വരും. കഴിഞ്ഞ വർഷം വരെ 5 മാർക്കിനുള്ള ഒരു ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ട്. ഇനി ചാപ്റ്ററിന്റെ പേര് ശ്രദ്ധിക്കുക, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നാഷൻ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നതാണ്. ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസസ്, അതായത് താരതമ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ തമ്മിലാണ് ഇവിടെ താരതമ്യം ചെയ്യുന്നത്? രാഷ്ട്രമാണ് മെയിൻ ആയിട്ട് നമ്മൾ താരതമ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രാഷ്ട്രത്തെ സമൂഹവുമായും അതുപോലെ തന്നെ രാഷ്ട്രത്തെ ഗവൺമെന്റുമായും രാഷ്ട്രത്തെ മറ്റ് സംഘടനകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ താരതമ്യം ചെയ്യുന്നത്. അപ്പം ഡിസ്റ്റിങ്ഷൻ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? താരതമ്യ പഠനമാണ്. അപ്പൊ താരതമ്യ പഠനത്തിന് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് 2 കോളമായി ചെയ്യുന്നതാണ്. അതാകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മളെ പ്രസന്റേഷൻ ടീച്ചർമാർക്ക് എന്ത് ചെയ്യും നോക്കിയാലും മനസ്സിലാവും. അതായത് പേപ്പർ നോക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത് എളുപ്പമായതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കാം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്, രാഷ്ട്രം എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയമായി സംഘടിക്കപ്പെട്ട ഒരു ജനങ്ങളുടെ കൂട്ടത്തിനെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. എന്നാൽ സാമൂഹികമായി സംഘടിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും ആദ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് രാഷ്ട്രം, എന്താണ് സമൂഹം എന്നുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസസിലേക്ക് കടക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി സംഘടിക്കപ്പെട്ടതാണ്. എന്നാൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? സൊസൈറ്റി ഈസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ. സാമൂഹികമായി സംഘടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ് എന്ത്, സമൂഹം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം, ദ സ്റ്റേറ്റ് ഈസ് സോവറിൻ. സോവറിൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളതാണ്, പരമാധികാരം എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ മുന്നിലുള്ള ഒരു അധികാരത്തിനാണ് എന്ത് പറയുന്നത്, സോവറിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ രാഷ്ട്രത്തിന് നമ്മുടെ മേൽ എന്തുണ്ട്, പരമമായ അധികാരമുണ്ട്. അപ്പം സ്റ്റേറ്റ് ഈസ് സോവറിൻ. എന്നാൽ സൊസൈറ്റി ഈസ് നോട്ട് സോവറിൻ. സമൂഹത്തിന് നമ്മുടെ മേൽ യാതൊരു അധികാരവും ഇല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സൊസൈറ്റി ഈസ് നോട്ട് സോവറിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ശ്രദ്ധിക്കാം, ദ സ്റ്റേറ്റ് മസ്റ്റ് ഹാവ് ഡെഫിനിറ്റ് ടെറിട്ടറി. ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിന് കൃത്യമായൊരു അതിർത്തി ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ത്യ ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഏത് രാഷ്ട്രം എടുക്കുകയാണെങ്കിൽ ആ രാഷ്ട്രത്തിന് നമുക്ക് കൃത്യമായ ഒരു ബൗണ്ടറി കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ സമൂഹം ഏതാണ്? സമൂഹത്തിന് ഒരു ബൗണ്ടറി കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, സമൂഹത്തിനൊരു ബൗണ്ടറി ഇല്ല. നമ്മൾ എവിടെ നിൽക്കണോ നമ്മുടെ ചുറ്റുപാടിനെയാണ് എന്ത് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് എന്താണ്, ദ സൊസൈറ്റി ഡസ് നോട്ട് ഹാവ് എ ടെറിട്ടറി എന്ന് പറയുന്നത്. അറ്റ് ദ ലാസ്റ്റ് ദ സൊസൈറ്റി ഹാസ് എ റിട്ടൺ ലോ. അല്ലേ, നമ്മുടെ രാഷ്ട്രത്തിൽ എന്തുണ്ട്, എഴുതപ്പെട്ട നിയമങ്ങളുണ്ട്. നമ്മൾ അതിനെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. എന്നാൽ ഒരു സമൂഹത്തിൽ എഴുതപ്പെട്ട നിയമങ്ങളുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. സമൂഹത്തിൽ ഒരുപാട് സാമൂഹ്യ നിയമങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെയാണുള്ളത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സൊസൈറ്റി ഡസ് നോട്ട് ഹാവ് എനി ജനറൽ ലോ, അല്ലെങ്കിൽ എഴുതപ്പെട്ട നിയമങ്ങൾ എവിടെ ഇല്ല, സമൂഹത്തിലില്ല. എന്നാൽ രാഷ്ട്രത്തിൽ എന്തുണ്ട്, എഴുതപ്പെട്ട നിയമങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള വ്യത്യാസങ്ങൾ. അപ്പം അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് ആണ്. അതായത് ഒരു രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ ഗവൺമെന്റും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ വ്യത്യാസങ്ങളൊന്നും കാണില്ല. അല്ലേ, രാഷ്ട്രത്തിന്റെ ഭാഗമാണ് ഗവൺമെന്റ് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ എന്തുണ്ട്, രാഷ്ട്രവും ഗവൺമെന്റും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യം തന്നെ രാഷ്ട്രം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പകരം ഗവൺമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കണം. എന്താണ്, ഒരു രാഷ്ട്രത്തിൽ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരിക്കും. ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ഒരു ഏജൻസിയാണ് എന്ത്, ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എൻ ഏജൻസി ത്രൂ വിച്ച് ലോസ് ആർ മെയ്ഡ് എൻഫോഴ്സ്ഡ്, ദോസ് ഹൂ വയലേറ്റ് ദ ലോസ് ആർ പണിഷ്ഡ്. അല്ലേ, കൃത്യമായി നമുക്കറിയാം. അതായത് നമുക്ക് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ആ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിഷ് ചെയ്യുന്നത് എന്താണ്, ഗവൺമെന്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസിയാണ് എന്ത്, ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ഈസ് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. രാഷ്ട്രം എന്ന് പറയുന്നത് എന്താണ്, എന്നും നിലനിൽക്കുന്നതാണ്. അല്ലേ, നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതല്ലേ, മാറ്റമുണ്ടോ? ഇല്ലല്ലോ. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം എന്നും നിലനിൽക്കുന്നതാണ്.
എന്നാൽ ഗവൺമെന്റ് ഈസ് എ ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഗവൺമെന്റ് എന്ന് പറയുന്നത് ടെമ്പററി അല്ലേ? 5 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് മാറി മാറി വരും. അതുകൊണ്ട് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി ആണ്. രാഷ്ട്രം എന്ന് പറയുന്നത് പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ഈസ് സോവറിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രത്തിന് എന്തുണ്ട്? പരമാധികാരമുണ്ട്. നമ്മുടെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. എന്നാൽ ഗവൺമെന്റ് നമ്മളെ മേൽ അധികാരം ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മുടെ മേലുള്ളത് ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമായി അത് മനസ്സിലാക്കി വെക്കാം. ഇനി ദ സ്റ്റേറ്റ് ഇൻക്ലൂഡ് എവറി സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് എന്ത്? രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലേ? നമ്മളൊക്കെ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗമാണോ? ഒരിക്കലും അല്ല. നമ്മളെന്താണ്? ഗവൺമെന്റ് ഭാഗമാണോ? ഒരിക്കലും അല്ല. പകരം ആരാണ്? ഗവൺമെന്റ് ഇൻക്ലൂഡ് ഓൺലി ഇലക്റ്റഡ് മെമ്പേഴ്സ്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രം ഉൾപ്പെടുന്നതാണ് എന്ത്? ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റേറ്റ് ഇൻക്ലൂഡ് എവറി സിറ്റിസൺ, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു. എന്നാൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ഓൺലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, ദി ലാസ്റ്റ് പോയിന്റ്, ദ പീപ്പിൾ ഡു നോട്ട് ഹാവ് റൈറ്റ് ടു ക്രിട്ടിസൈസ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കില്ല. നമുക്കുണ്ടോ? നമുക്ക് നമ്മുടെ ഇന്ത്യയെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അത് തെറ്റാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക? ചോദ്യം ചെയ്യുക. അല്ലെങ്കിൽ അത് നമ്മുടെ അവകാശമാണ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലും റൈറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിലോ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ദ പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു ക്രിട്ടിസൈസ് ദ ഗവൺമെന്റ്. അപ്പം ഇത്രയാണ് സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ചെറിയൊരു ഭാഗം കൂടിയേ ഉള്ളൂ. അതായത് അവസാനത്തെ ഡിസ്റ്റിങ്ഷൻ ആണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻ. അതായത് നമ്മുടെ രാഷ്ട്രവും മറ്റ് സംഘടനകളും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളതെന്നാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. രാഷ്ട്രം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നോക്കാനുള്ളത് എന്താണ്? അതർ അസോസിയേഷൻ, മറ്റ് സംഘടനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? നമ്മുടെ വീടിന് ചുറ്റും എന്തുണ്ടാവും? പല തരത്തിലുള്ള സംഘടനകളുണ്ടാവും. ഇപ്പോൾ കായിക, അതായത് സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള സംഘടനകളുണ്ടാവും. ഇപ്പം അതല്ല, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംഘടനകളുണ്ടോ? ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എന്തുണ്ടാവും? റെസിഡൻസ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ആൻ അസോസിയേഷൻ ഈസ് എൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിച്ച് അച്ചീവ് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ത്രൂ ജോയിന്റ് എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോയിന്റ് എഫേർട്ടിലൂടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്നവരുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുക? അസോസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കുന്നത് എന്താണ്? രാഷ്ട്രവും മറ്റ് സംഘടനകളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് എന്നാണ്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക, മെമ്പർഷിപ്പ് ഈസ് കമ്പൽസറി. അതായത് ഒരു രാഷ്ട്രത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ആ രാഷ്ട്രത്തിന്റെ മെമ്പർഷിപ്പ് നിർബന്ധമാണ്. അറിയാലോ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഇന്ത്യക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരത്വം നേടിയിരിക്കണം, വേണ്ടേ? അപ്പോൾ മെമ്പർഷിപ്പ് ഈസ് കമ്പൽസറി ഇൻ എ സ്റ്റേറ്റ്. എന്നാൽ അതർ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എന്താണ്? മെമ്പർഷിപ്പ് ഓഫ് ദ അസോസിയേഷൻ ഈസ് വോളണ്ടറി. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ വീടിനടുത്തുള്ള ഒരു സംഘടനയിൽ എന്ത് ചെയ്താൽ മതി? അംഗത്വം നേടിയെടുത്താൽ മതി അല്ലേ? നിർബന്ധമുണ്ടോ അംഗത്വം നേടണമെന്നുള്ള? ഒരു നിർബന്ധവും ഇല്ല. ഇറ്റ് ഈസ് വോളണ്ടറി. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. എന്താണ്? സ്റ്റേറ്റ് ഈസ് സോവറിൻ. രാഷ്ട്രത്തിന് നമ്മുടെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. എന്നാൽ മറ്റ് സംഘടനകൾക്ക് നമ്മുടെ മേൽ യാതൊരുവിധ അധികാരവുമില്ല. ഓക്കെ, ഇനി എ പേഴ്സൺ ഈസ് എ മെമ്പർ ഓഫ് വൺ സ്റ്റേറ്റ് അറ്റ് എ ടൈം. ഒരു വ്യക്തിക്ക് ഒരു സമയം ഒരു രാഷ്ട്രത്തിലെ അംഗത്വം ലഭിക്കുന്നുള്ളൂ. അത് ഏത് പേഴ്സൺ ആയാലും അങ്ങനെയുള്ളൂ. അതായത് ഒരു സമയം ഒരു വ്യക്തിക്ക് എന്തേ ലഭിക്കുള്ളൂ? ഒരു രാഷ്ട്രത്തിലെ അംഗത്വം ലഭിക്കുന്നുള്ളൂ. എന്നാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരുപാട് സംഘടനകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏത് സംഘടനകളിൽ വേണമെങ്കിലും ഒരേ സമയം അംഗങ്ങളാവാം. അതായത് ദ പേഴ്സൺ ക്യാൻ ബി എ മെമ്പർ ഓഫ് മൾട്ടിപ്പിൾ അസോസിയേഷൻ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ആണ്, ദ ഏരിയ മസ്റ്റ് ബി ഫിക്സഡ് ഫോർ എ സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിന് കൃത്യമായ അതിർത്തി ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒരു സംഘടനയ്ക്ക് അങ്ങനെ കൃത്യമായ ഒരു അതിർത്തി വേണമെന്നൊന്നും നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഇന്റർനാഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അങ്ങനെ സംഘടനയ്ക്ക് കൃത്യമായിട്ട് എന്ത് വേണ്ട? ഒരു അതിർത്തിയുടെ ആവശ്യമില്ല. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 3 ഡിഫറൻസസ് ആണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. ഒന്നെന്താണ്? രാഷ്ട്രവും അതുപോലെ തന്നെ സമൂഹവും തമ്മിലുള്ള വ്യത്യാസമാണ്. രണ്ടാമത്തത് രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. മൂന്നാമത്തത് രാഷ്ട്രവും മറ്റ് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, അപ്പം നിർബന്ധമായിട്ട് ഈ ചാപ്റ്റർ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? പരീക്ഷയ്ക്ക് പോകാൻ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ.